ഹലോ വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിസിക്സിൽ ദ്രവഫലങ്ങൾ എന്നുള്ള ഒരു ഭാഗമാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മളുടെ 17ാമത്തെ ദിവസമാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ദ്രവഫലങ്ങൾ. ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന രണ്ടു ബലങ്ങളാണ് വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരവും വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവും. അപ്പം ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന രണ്ടു ബലങ്ങളാണ് വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരവും വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവും. പ്ലവക്ഷമ ബലം ഒരു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ആ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. അപ്പം ഒരു ദ്രവത്തിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ആ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. കപ്പലിന് ജലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് വന്നിട്ടുള്ളത്. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദ്രാവകത്തിൻ്റെ സാന്ദ്രത, വസ്തുവിൻ്റെ വ്യാപ്തം. ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും വസ്തുവിൻ്റെ വ്യാപ്തവുമാണ് ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒരു വസ്തുവിന് ജലത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവാണ് ആ വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് ജലത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവിനെയാണ് ആ വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം പ്ലവക്ഷമ ബലം ആണ്. കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം പ്ലവക്ഷമ ബലമാണ്. ഇരുമ്പ് വെള്ളത്തിൽ താണു പോകുന്നു, എന്നാൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം കപ്പൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച ആകെ ഇരുമ്പിൻ്റെ വ്യാപ്തത്തേക്കാൾ കൂടുതൽ വ്യാപ്തം വെള്ളത്തെ കപ്പലിന് ആദേശം ചെയ്യാൻ സാധിക്കുന്നതിനാലാണ്. അപായകരമല്ലാത്ത രീതിയിൽ കപ്പലിൽ ഭാരം കയറ്റുന്നതിന് സഹായിക്കുന്ന സൂചക രേഖകളാണ് പ്ലിംസോൾ ലൈനുകൾ. പ്ലവന തത്വം നോക്കാം. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ എന്നിവ പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ഇനി SCERT പാഠഭാഗങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കല്ലിൽ വായുവിൻ്റെ ഭാരം 120 N ജലത്തിൻ്റെ ഭാരം 100 N ആണെങ്കിൽ ജലം കല്ലിൽ പ്രയോഗിച്ച പ്ലവക്ഷമ ബലം കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കല്ലിൻ്റെ വായുവിലെ ഭാരം 120 ആണ്, കല്ലിൻ്റെ ജലത്തിൻ്റെ ഭാരം 100 ആണ്. അപ്പോൾ പ്ലവക്ഷമ ബലം = കല്ലിൻ്റെ വായുവിലെ ഭാരം മൈനസ് കല്ലിൻ്റെ വെള്ളത്തിലെ ഭാരമാണ്. അപ്പോൾ പ്ലവക്ഷമ ബലം = 120 - 100 20 N ആയിരിക്കും പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഇനി 1000 N ഭാരമുള്ള ഒരു വസ്തു ജലത്തിൽ താഴ്ന്നു പോകുന്നു. കവിഞ്ഞൊഴുകിയ ജലത്തിൻ്റെ ഭാരം 250 N ആണ്. അപ്പോൾ വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കിമിഡീസ് തത്വം അനുസരിച്ചിട്ട് കവിഞ്ഞൊഴുകിയ ജലത്തിൻ്റെ ഭാരവും പ്ലവക്ഷമ ബലവും തുല്യമായിരിക്കും. അപ്പോൾ പ്ലവക്ഷമ ബലം 250 ആണ്. അപ്പം വസ്തുവിൻ്റെ വായുവിലെ ഭാരം 1000 N ആണ്. പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ വായുവിലെ ഭാരം മൈനസ് വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം. 250 = 1000 മൈനസ് വസ്തുവിൻ്റെ ജലത്തിലെ ഭാരമാണ്. വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം 1000 മൈനസ് 250. വസ്തുവിലെ ജലത്തിലെ ഭാരം എന്ന് പറഞ്ഞത് 750 N ആണ്. ഇനി ആർക്കിമിഡീസ് തത്വം എന്താണെന്ന് നോക്കാം. ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൻ്റെ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നാണ് ആർക്കിമിഡീസ് തത്വം പറയുന്നത്. ഒരു വസ്തു വ്യാപ്തം കണക്കാക്കാൻ ആ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ വ്യാപ്തം കണ്ടാൽ മതി എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആർക്കിമിഡീസ്. യുറേക്ക എന്ന് വിളിച്ചുകൊണ്ടാണ് നഗ്നനായിട്ട് തെരുവിലൂടെ ഓടിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാലും അത് ആർക്കിമിഡീസ് തന്നെയാണ്. ഇനി പാസ്കൽ നിയമമാണ്. നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കപ്പെടുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും എന്നതാണ് തത്വം. അതാണ് പാസ്കൽ നിയമം. ഇനി മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം. പാസ്കലിൻ്റെ നിയമം മർദ്ദം = പ്രതലബലം വിസ്തീർണമാണ്. അപ്പം ഇനി ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് പാസ്കൽ നിയമമാണ്. ഫ്ലഷ് ടാങ്കിൻ്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ്. മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ അടിസ്ഥാന നിയമം ചോദിച്ചാലും അതും പാസ്കൽ നിയമം തന്നെയാണ്. ഇനി SCERT പാഠഭാഗങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ട് 2 പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. U ആകൃതിയിലുള്ള ഒരു കുഴലിൻ്റെ ഒരു അഗ്രത്തിൻ്റെ പരപ്പളവ് 0.01 m², രണ്ടാമത്തേതിൻ്റെ അഗ്രത്തിൻ്റെ പരപ്പളവ് 1 m² ആണെന്നിരിക്കട്ടെ. ഒന്നാമത്തേതിൻ്റെ അഗ്രത്തിൻ്റെ ദ്രാവകോപരിതലത്തിൽ ഒരു ബലം പ്രയോഗിച്ചപ്പോൾ രണ്ടാമത്തെ അഗ്രത്തിൻ്റെ ദ്രാവകോപരിതലത്തിൽ 2000 N ബലം അനുഭവപ്പെട്ടു എങ്കിൽ ഒന്നാമത്തെ അഗ്രത്തിൻ്റെ ദ്രാവകോപരിതലത്തിലെ പ്രയോഗിച്ച ബലം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തിൻ്റെ അഗ്രത്തിൽ ബലം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അല്ലേ, F1. ഇനി പരപ്പളവാണെങ്കിൽ A1 ആണ്. = എത്രയാണ് വരുന്നത്,
0.01 മീറ്റർ സ്ക്വയർ ആണ്. ഇനി രണ്ടാമത്തെ അഗ്രാണെങ്കിൽ F2 നമുക്ക് തന്നിട്ടുണ്ട് 20,000 N ആണ്. പരപ്പളവാണെങ്കിൽ 1 m² ആണ്. അപ്പോൾ പാസ്കൽ നിയമപ്രകാരം F1/A1 = F2/A2 ആണ്. അപ്പോൾ F1 ആണ് നമുക്ക് കണ്ടെത്തേണ്ടതെങ്കിൽ F2/A2 × A1 ആണ്. അപ്പോൾ 20,000/1 × 0.01 ആണ്. അപ്പം 200 N ആയിരിക്കും അതിൻ്റെ F1 എന്ന് പറയുന്നത്. ഇനി സാന്ദ്രതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ സാന്ദ്രതയാണ് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ പിണ്ഡമാണ് സാന്ദ്രത. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ പിണ്ഡത്തെ സാന്ദ്രത എന്നാണ് പറയുന്നത്. സാന്ദ്രത = പിണ്ഡം/വ്യാപ്തമാണ്. സാന്ദ്രതയുടെ യൂണിറ്റ് G/cm³ ഓർ kg/m³ ആണ്. ഖരം, ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് സാന്ദ്രത കുറവാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു. ഏറ്റവും സാന്ദ്രത കൂടിയ ദ്രാവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെർക്കുറിയാണ്. 13.6 g/g/cm³ ആണ്. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ പദാർത്ഥങ്ങളാണ് തേന്, ഗ്ലിസറിന്, ആവണക്കെണ്ണ, മെർക്കുറി. ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മണ്ണെണ്ണ, വെളിച്ചെണ്ണ, പെട്രോൾ, സ്പിരിറ്റ്, ഡീസൽ. ഇനി കെമിസ്ട്രി ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആസിഡുകളും ബേസുകളും എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടുള്ളതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ആസിഡുകൾ പ്രോട്ടോൺ ദാതാക്കളും ബേസുകളാണെങ്കിൽ പ്രോട്ടോൺ സ്വീകർത്താക്കളുമാണ് എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ലോറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം. ആസിഡുകൾ എന്താണ്? പ്രോട്ടോൺ ദാതാക്കളാണ്. എന്നാൽ ബേസുകളാണെങ്കിൽ എന്താണ്? പ്രോട്ടോൺ സ്വീകർത്താക്കളുമാണ്. അതാണ് ലോറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തത്തിൽ പറയുന്നത്. ഇനി ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായിട്ട് വിഭജിക്കപ്പെടുന്നു എന്ന സിദ്ധാന്തം അറീനിയസ് സിദ്ധാന്തമാണ്. ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായിട്ട് വിഭജിക്കപ്പെടുന്നു എന്ന സിദ്ധാന്തമാണ് അറീനിയസ് സിദ്ധാന്തം. അപ്പം അലിയാന്ന് ഓർത്ത് വെച്ചാൽ മതി. അറീനിയസ് സിദ്ധാന്തം അലിയാന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ജലത്തിൽ ഏതൊരു ആസിഡും ബേസും ലയിക്കുകയാണെങ്കിൽ അവ അയോണുകളായിട്ടാണ് അലിയുന്നത്. അപ്പം അയോണുകളായിട്ടാണ് അലിയുന്നത്. അപ്പോൾ അറീനിയസ് സിദ്ധാന്തം അലിയുന്നതാണ് എന്ന് ആലോചിച്ച് വെക്കുക. അത് അയോണുകളായിട്ടാണ് വിഭജിക്കപ്പെടുന്നതെന്ന് ഓർത്ത് വെക്കുക. ഇനി ജലീയ ലായനിയിൽ H+ അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും OH- അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആൽക്കലികളെന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അറീനിയസ് സിദ്ധാന്തം. അപ്പം അറീനിയസ് സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? H+ അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ്. ജലീയ ലായനിയിൽ H+ അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെയും OH- അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആൽക്കലികളെന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അറീനിയസ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും അത് ലൂയിസ് ആസിഡ്. ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളും ലൂയിസ് ബേസ് ആണെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ലൂയിസ് സിദ്ധാന്തം. അപ്പോൾ ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളാണ് അല്ലേ? ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളാണ്. എന്നാൽ ബേസുകളാണെങ്കിലോ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളുമാണ് എന്ന് പറയുന്നതാണ് ലൂയിസ് സിദ്ധാന്തം. ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കാനായി ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് അറിയപ്പെടുന്നത് ആൻറ്റാസിഡുകൾ എന്ന പേരിലാണ്. ആമാശയത്തിൽ ആസിഡിൻ്റെ അംശം കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് വയറെരിച്ചിൽ, പുളിച്ചു തികട്ടൽ. ആമാശയത്തിൽ പെപ്റ്റിക് അൾസർ, ക്യാൻസർ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നത് ആസിഡിൻ്റെ അംശം കൂടുന്നത് കൊണ്ടാണ്. കാൽസ്യം കാർബണേറ്റ്, അലുമിനിയം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മുതലായ പ്രധാന ഘടകങ്ങളായ രാസപദാർത്ഥങ്ങളാണ് ആൻറ്റാസിഡ്സ്. ഇനി ആസിഡുകളാണ് തക്കാളി, നേന്ത്രപ്പഴം, ചുവന്നുള്ളി, ചോക്ലേറ്റ് എന്നിവയിൽ ഓക്സാലിക് ആസിഡ് ആണുള്ളത്. പുളി, മുന്തിരി, ടാർട്ടാറിക് ആസിഡ്. ആപ്പിൾ ആണെങ്കിൽ മാലിക് ആസിഡ്. എണ്ണ, കൊഴുപ്പ്, സ്റ്റിയറിക് ആസിഡ്. പാം ഓയിൽ, പാൽമാറ്റിക് ആസിഡ്. മരച്ചീനി, പ്രൂസിക് ആസിഡ്, ഹൈഡ്രോസയാനിക് ആസിഡ്. തേയില, ടാനിക് ആസിഡ്. തേങ്ങ, കാപ്രിക് ആസിഡ്. അരി, ഫൈറ്റിക് ആസിഡ്. ഉറുമ്പ്, കടന്നൽ, തേനീച്ച, ഫോമിക് ആസിഡ്. തേനീച്ച മെഴുക് സെറോട്ടിക് ആസിഡാണ്. സോഡാ ജലമാണെങ്കിൽ കാർബോണിക് ആസിഡാണ്. ഇനി സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിൽ ഫോസ്ഫോറിക് ആസിഡും. നാരങ്ങ, ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട് എന്നിവയിൽ സിട്രിക് ആസിഡും. നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡ്. തൈരിലാണെങ്കിൽ ഏതാണ്? ലാക്റ്റിക് ആസിഡാണ് അല്ലേ? പാലിലും തൈരിലൊക്കെ ലാക്റ്റിക് ആസിഡാണ്. വെറ്റിലയിൽ കാറ്റാച്യൂണിക് ആസിഡാണ്. വെറ്റില ചവക്കുമ്പം കാറ്റാച്യൂണിക് ആസിഡ് കേട്ടോ. ഇനി വിനാഗിരിയിലാണെങ്കിൽ അസറ്റിക് ആസിഡ്. ആസ്പിരിനിലാണെങ്കിൽ അസറ്റൈൻ, സാലിസിലിക് ആസിഡ്. മാംസ്യത്തിൽ അമിനോ ആസിഡ്. മൂത്രത്തിൽ യൂറിക് ആസിഡും.
മണ്ണിൽ ഹ്യൂമിക് ആസിഡുമാണ്. ഇനി സൾഫ്യൂരിക് ആസിഡാണ് നോക്കാൻ പോകുന്നത്. രാസവസ്തുക്കളുടെ രാജാവ് അല്ലേ, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഭൗതിക ഗുണങ്ങളാണ് നിറമില്ല, വിസ്കോസിറ്റി താരതമ്യേന കൂടുതലാണ്, തീവ്ര നാശക സ്വഭാവമാണ്, ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്, ജലത്തിൽ ലയിക്കുന്നു. ഇനി അതിൻ്റെ ഉപയോഗങ്ങളാണ് ഒരു പദസൂര്യനായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസവള നിർമ്മാണം, പെട്രോളിയം ശുദ്ധീകരണം, പെയിന്റ് നിർമ്മാണം, ഫൈബർ നിർമ്മാണം, സ്ഫോടക വസ്തു നിർമ്മാണം, മറ്റു രാസവസ്തുക്കളുടെ നിർമ്മാണം, നിർജ്ജലീകരണം, ഇത്രയുമാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നു. ലെഡ് ആസിഡ് ബാറ്ററികളിലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 33.50%. ലെഡ് ആസിഡ് ബാറ്ററികളിലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ അളവ് 33.50%. ഇനി ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡുകളാണ് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയയാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയായ സമ്പർക്ക പ്രക്രിയ ആവിഷ്കരിച്ചത് പെരിഗ്രീൻ ഫിലിപ്സ് ആണ് സമ്പർക്ക പ്രക്രിയ ആവിഷ്കരിച്ചത്. ഈ സമ്പർക്ക പ്രക്രിയ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്, V2O5 ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം V2O5. എണ്ണ ശുദ്ധീകരണത്തിനും മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മേഘപടലങ്ങളുള്ള ഗ്രഹമാണ് ശുക്രൻ. 100% ശുദ്ധ സൾഫ്യൂരിക് ആസിഡിനേക്കാൾ വീര്യമുള്ള ആസിഡുകളാണ് സൂപ്പർ ആസിഡ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ചേർക്കുന്ന പ്രവർത്തനം താപമോചക പ്രവർത്തനമാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ചേർക്കുന്ന പ്രവർത്തനം. ഇനി സൾഫ്യൂരിക് ആസിഡ് നേർപ്പിക്കുന്നതിനായിട്ട് ജലത്തിൽ സൾഫ്യൂരിക് ആസിഡ് സാവധാനം ചേർത്ത് ഇളക്കണം. സൾഫ്യൂരിക് ആസിഡിൽ സൾഫർ ട്രൈ ഓക്സൈഡ് ലയിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം ഒലിയമാണ്. H2S2O7. ഒലിയം ജലത്തിൽ ലയിക്കുമ്പോൾ ലഭിക്കുന്ന സൾഫ്യൂരിക് ആസിഡാണ്. സൾഫർ ട്രൈ ഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചാലും സൾഫ്യൂരിക് ആസിഡ് ലഭിക്കുമായിരുന്നിട്ടും അങ്ങനെ ചെയ്യാത്തതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ SO3 ജലത്തിൽ ലയിക്കുമ്പോൾ പ്രവർത്തനം താപമോചകമായതിനാൽ രാസപ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായ സൾഫ്യൂരിക് ആസിഡ് മഞ്ഞു പോലെയുണ്ടാകുന്ന ചെറുകണങ്ങളായിട്ട് സ്മോഗായിട്ട് മാറുകയും തുടർന്നുള്ള ലയനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി പഞ്ചസാരയുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിക്കുമ്പോൾ പഞ്ചസാരയിലെ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങളെ ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്യുന്ന പദാർത്ഥമാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡ്. പഞ്ചസാരയുടെ തന്മാത്രാ സൂത്രം എന്ന് പറയുന്നത് C12H22O11 ആണ്. പഞ്ചസാരയിലെ ഘടക മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം 2:1 ആണ്. പദാർത്ഥത്തിലെ രാസപരമായി സംയോജിപ്പിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിലെ അതേ അനുപാതത്തിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് നിർജ്ജലീകരണം. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശക്തിയേറിയ ഒരു നിർജ്ജലീകാരിയാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർജ്ജലീകരണ ഗുണം പ്രകടമാകുന്ന പ്രവർത്തനങ്ങൾ നോക്കാം. കോട്ടൺ തുണിയിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് വീഴ്ത്തുന്നത്, ഗ്ലൂക്കോസിലേക്ക് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നത്, കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലുമായിട്ട് ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രവർത്തനം. ഒരു പദാർത്ഥത്തോടൊപ്പം ജലാംശം ആഗിരണം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ശോഷകാരകങ്ങൾ. ഇനി Cl2, SO2, HCl വാതകങ്ങളുടെ നിർമ്മാണ വേളയിൽ ശോഷകാരകമായിട്ട് ഉപയോഗിക്കുന്നത് ഗാഢ സൾഫ്യൂരിക് ആസിഡാണ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുകളുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡാണ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുകളുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്നത് നൈട്രിക് ആസിഡാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഗാഢ സൾഫ്യൂരിക് ആസിഡാണ്. അപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗാഢ സൾഫ്യൂരിക് ആസിഡ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് കാർബണുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൾഫർ ഡൈ ഓക്സൈഡ്. ഇനി ഗാഢ സൾഫ്യൂരിക് ആസിഡ് കോപ്പറുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത് കോപ്പർ സൾഫേറ്റ്, ജലം, സൾഫർ ഡൈ ഓക്സൈഡ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് അലോഹങ്ങളുമായിട്ടും പ്രവർത്തിച്ച് അവയെ ഓക്സീകരിക്കുന്നു. സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്ന വിധം സോഡിയം സൾഫേറ്റ് ലായനിയിൽ ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുമ്പോൾ ലഭിക്കുന്ന അവക്ഷിപ്തം എന്ന് പറയുന്നത് ബേരിയം സൾഫേറ്റ് ആണ്. ബേരിയം സൾഫേറ്റ് നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് ലയിക്കുന്നില്ല. അപ്പം ഇത്രയുമാണ് കെമിസ്ട്രിയിൽ നിന്നും ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ബയോളജിയിൽ പരിസ്ഥിതിയാണ് പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് അല്ലേ. അപ്പോൾ പരിസ്ഥിതിയിൽ ബാക്കി ഭാഗം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ബയോളജിയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ബയോളജിയിൽ ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഹിമാലയാണ് അല്ലേ. ഒന്നാമത്തത് ഹിമാലയാണ്, 2 പശ്ചിമഘട്ടമാണ്, 3 ഇൻഡോ ബർമ മേഖല, 4 സുണ്ടാലാൻഡ്
സുൻഡാലാൻഡ്. ഇത്രയുമാണ്. അടുത്തിടെ മരണപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ ഒരേ ഒരു ഒറാങ്കുട്ടാനാണ് ബിന്നി. ബിന്നി 29 മെയ് 2019 നന്ദൻകാനൻ സുവോളജിക്കൽ പാർക്കിലാണ് ഉണ്ടായിരുന്നത്, ഒഡീഷയിൽ. ഇനി ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങളാണ് കര, ഉൾനാടൻ ജലാശയങ്ങൾ, തീരപ്രദേശം, സമുദ്രം തുടങ്ങിയ ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായിട്ടുള്ള പരിസ്ഥിതി ലോല ആവാസ വ്യവസ്ഥകളാണ് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങൾ. ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ പ്രദേശം ആശ്രമം കണ്ടൽ വനമാണ് കൊല്ലം. ആശ്രമത്തെ കണ്ടൽവന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് പ്രൊഫസർ എൻ രവി. ഇനി ഇന്ത്യയിൽ ജൈവ വൈവിധ്യത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര വർഷം UN പ്രഖ്യാപിച്ചത് 2010. ഇന്ത്യയിൽ ജൈവ വൈവിധ്യത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര വർഷം UN പ്രഖ്യാപിച്ചത് 2010. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണെങ്കിൽ മെയ് 22 മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിന പ്രമേയങ്ങൾ 2022 ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോർ ആൾ ലൈഫ്, 2021 വി ആർ പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ, 2020 അവർ സൊല്യൂഷൻസ് ആർ ഇൻ നാച്ചർ. പശ്ചിമഘട്ട സവിശേഷതകൾ നോക്കാം. ഉഷ്ണമേഖല, ഈർപ്പ നിത്യഹരിത വനങ്ങൾ, പർവ്വത പുൽപ്രദേശം വരെ കാണപ്പെടുന്ന ഔഷധ സസ്യങ്ങളുടെ കലവറ, നീലഗിരി താറ് ഉൾപ്പെടെയുള്ള സ്പീഷീസുകൾ ഇവിടെ മാത്രം കാണപ്പെടുന്നു. 2 ബയോസ്ഫിയർ റിസർവുകളും 13 നാഷണൽ പാർക്കുകളും ഉൾക്കൊള്ളുന്നു. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല നിത്യഹരിത കന്യാവനമാണ് സൈലന്റ് വാലി. പശ്ചിമഘട്ട സമിതികൾ. ഗാഡ്ഗിൽ കമ്മിറ്റി 2010 മാർച്ച്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചെയർമാനാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ്. മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ഓഗസ്റ്റ് 31. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഗാഡ്ഗിൽ കമ്മീഷൻ. കസ്തൂരി രംഗൻ കമ്മിറ്റി നോക്കാം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. അംഗസംഖ്യ 10. കസ്തൂരി രംഗൻ കമ്മിറ്റി അറിയപ്പെട്ടിരുന്നത് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്. ജനവാസ മേഖലകളിലെയും കാർഷിക ഇടങ്ങളിലെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും ഒഴിവാക്കിയ കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. ഇനി കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗ്രാമങ്ങളാണ് 123. ഇനി ഉമ്മൻ കമ്മിറ്റി 2013. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പഠിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ കമ്മിറ്റി. ഉമ്മൻ കമ്മിറ്റിയെ നിയമിച്ച കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ ഉപവാക്യങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാരിനോട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഉമ്മൻ കമ്മിറ്റി. എന്താണ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ ഉപവാക്യങ്ങളിൽ മാറ്റം വരുത്താൻ. ദേശീയ വന്യജീവി കർമ്മ പദ്ധതിയാണ് അടുത്തതായിട്ട്. ആദ്യ വന്യജീവി കർമ്മ പദ്ധതി 1983 മുതൽ 2001 വരെയും രണ്ടാമത്തേത് 2002 മുതൽ 2016 വരെയും നടന്നു. കേന്ദ്ര പരിസ്ഥിതി വന കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം മൂന്നാമത്തെ ദേശീയ വന്യജീവി കർമ്മ പദ്ധതി 2017-2031 വർഷത്തേക്കായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വന ഭേദഗതി ഓർഡിനൻസ് 2017. ഇത് ഇന്ത്യൻ വന നിയമം 1927, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 ഭേദഗതി ചെയ്തു. പുതിയ സ്പീഷീസുകൾ 2022 ജൂണിൽ കണ്ണൂരിലെ കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയ പ്രത്യേക ഇനത്തിൽപ്പെട്ട തുമ്പിയാണ് സ്പൈനി ഹോൺടൈൻ. ശാസ്ത്രീയ നാമം ബർമാകോമ്പസ് ചൗക്കുലൻസിസ്. 2022 ജനുവരിയിൽ കേരളത്തിലെ നാടൻ മത്സ്യമായ കാരിക്ക് ലഭിച്ച ശാസ്ത്രീയ നാമമാണ് ഹെട്രോഫ്യൂണസ്റ്റസ് ഫസ്കസ്. 2022 ഏപ്രിലിൽ സൈലന്റ് വാലിയിൽ കണ്ടെത്തിയ 4 പുതിയ ഇനം രത്നവണ്ടുകളാണ് അഗ്രില്ലസ് കേരളൻസിസ്, അഗ്രില്ലസ് പാലക്കാടൻസിസ്, അഗ്രില്ലസ് സഹ്യാദ്രിയൻസിസ്, അഗ്രില്ലൻസ് സൈലന്റ് വാലിയൻസിസ്. ഇനി 2021 ഇടമലക്കുടി ഇടുക്കിയിൽ ആദിവാസി മേഖലകളിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ക്രിപ്റ്റോകാരിയ മുതുവാരിയാന. കാട് സംരക്ഷിക്കുന്നതിന് മുതുവാൻ എന്ന ആദിവാസി വിഭാഗത്തിൽ പങ്കിനെ ആദരിച്ചാണ് ഈ നാമം നൽകിയത്. ഹാരി പോട്ടർ കഥാപാത്രത്തിലെ പേരിൽ ഗവേഷകൻ നാമകരണം ചെയ്ത അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയ പുതിയ പിറ്റ് വൈപ്പറാണ് ട്രിമറേസൂറസ്. ഇനി ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോടിൽ നിന്ന് ഗവേഷകർ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ക്ലൈംബർ സ്പീസീസ് ആണ് പോത്തോസ് ബോയ്സിനസ് ആണ്. പോത്തോസ് ബോയ്സിനസ്. ഇനി 2020 മെയ്യിൽ ഗവേഷകർ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമാണ് ഡൗകിൻസിയ. 2020 മാർച്ചിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വയനാട്ടിലെ 900 വനമേഖലകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യമാണ് സൊണേറില സൾഫൈ. സച്ചിൻ ടെണ്ടുൽക്കറുടെയും കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെയും പേരിൽ നാമകരണം ചെയ്ത ചിലന്തി ഇനങ്ങളാണ്
മാരിങ്കോ സച്ചിൻ തെണ്ടുൽക്കർ, ഇൻഡോ മാരിൻകോ ചാവറ പറ്റേര. ഇനി ഗവേഷണം കണ്ടെത്തിയ ഇന്ത്യയിലെ ആദ്യ ഡ്രാഗൺ ബ്ലഡ് ഓസിൻ ട്രീ ആണ് ഡ്രക്കാസിന കംബോഡിയാന, അസമിലാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഗവേഷകർ ബംഗാളിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യത്തിന് നൽകിയ പേര് ഡ്രൈപീറ്റസ് കലാമി. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ നാമകരണം ചെയ്ത വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കുറ്റിച്ചെടിയാണ് യൂജീനിയ കലാമി. കേരളത്തിൽ കണ്ടെത്തിയ പുതിയ കാശിത്തുമ്പ ഇനങ്ങളാണ് ഇംപാഷ്യൻസ് അച്യുതാനന്ദാനി, VS അച്യുതാനന്ദൻ്റെ പേരിൽ നാമകരണം ചെയ്തു. ഇംപാഷ്യൻസ് ശൈലജ, KK ശൈലജയുടെ പേരിൽ നാമകരണം ചെയ്തു. എന്താണ് കാശിത്തുമ്പ ഇനങ്ങളാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ശൈലജയുടെ പേരിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇംപാഷ്യൻസ് ഡാനി പാലേഡ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ശാസ്ത്രജ്ഞനായ മാത്യു ഡാനിയലിൻ്റെ പേരിൽ നാമകരണം ചെയ്തു. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ കണ്ടെത്തിയിട്ടുള്ള പുതിയ ഇനം തവളയാണ് യൂഫിലിക്റ്റിസ് കേരള. ഇനി അതുപോലെ തന്നെ തിരുവനന്തപുരം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് സിഡ കേരളൻസിസ്. കേരളത്തിലെ വാഗമണ്ണിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കോഫി ചെടിയാണ് ആർഗോസ് ചെമ്മ കോറൻറ്റേന. ആർഗോസ് ചെമ്മ കോറൻറ്റേന. ഇനി ആലപ്പുഴ സനാതന ധർമ്മ കോളേജിലെ പേരിൽ നാമകരണം ചെയ്ത കേരളത്തിൽ നിന്നും കണ്ടെത്തിയ സസ്യമാണ് ഫിലാംഗസ് സനാധർമ്മേ. 2022 ജനുവരി പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ 2 പുതിയ ഇനം കുരുമുളകാണ് പൈപ്പർ കുറുച്ചർ മലയാനം, പൈപ്പർ ഓവലിം ഫ്രാക്ടം. 2022 ജനുവരി അറബിക്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ കക്കയാണ് സൈലോഫാഗ നന്ദാനി. 2022 ഫെബ്രുവരിയിൽ കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനം കണ്ടെത്തിയ പുതിയ മത്സ്യമാണ് പോളവറ്റ. ഇനി നമുക്ക് പഠിക്കാനുള്ളത്